നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും 16 ഞായറാഴ്ച തുലാം 30 പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത്. ന്യൂസ് ബ്രേക്സ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുന്നു. ഞാൻ പ്രവിത ലക്ഷ്മി. സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കും. പുതിയ ശബരിമല മേൽശാന്തിയായി ED പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി MG മനുവും സ്ഥാനമേൽക്കും. പ്രതിദിനം 90,000 പേർക്കാണ് പ്രവേശനം അനുവദിക്കുക. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുകയാണ് ശബരിമലയിൽ നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. അങ്ങനെ സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ മറ്റൊരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം തീർത്ഥാടക തിരക്ക് അനുഭവപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? മാത്രമല്ല, ദേവസ്വം പ്രസിഡന്റായി പുതിയ ചുമതലയേൽക്കുന്നു. ഒപ്പം തന്നെ ജയകുമാർ ചുമതലയേൽക്കുന്നതുൾപ്പെടെയുള്ള മറ്റ് നിർണായകമായിട്ടുള്ള കാര്യങ്ങളും നടക്കാനിരിക്കുകയാണല്ലോ. മകരവിളക്ക് മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണി മുതൽ തന്നെ ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് കയറ്റിവിടും. 12 മണിയോടുകൂടി പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടും. എല്ലാ ക്രമീകരണങ്ങളും. സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കുകയാണ്. പുതിയ ശബരിമല മേൽശാന്തിയായി ED പ്രസാദും മാളികപ്പുറം മേൽശാന്തിയായി MG മനുവും സ്ഥാനമേൽക്കും. പ്രതിദിനം 90,000 പേർക്കാണ് പ്രവേശനം അനുവദിക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ എന്ന സന്നിധാനത്തെത്തുകയും ചെയ്യുന്നുണ്ട്. AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, തുടരാം. അതായത് ഇന്ന് 11 മണി മുതൽ തന്നെ ഭക്തരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് കടത്തിവിട്ട് തുടങ്ങും. 12 മണിയോടുകൂടി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തരെ മല കയറ്റാൻ അനുവദിക്കും. എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 3000-ലധികം പോലീസുകാരെയാണ് ആദ്യ ബാച്ചിൽ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ KSRTC ഉൾപ്പെടെ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. KSRTC ബസ്സിൽ ഭക്തർക്ക് പമ്പയിലേക്ക് എത്താനുള്ള ഒരു സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പുതിയ മേൽശാന്തി മാളികപ്പുറവും ഒപ്പം തന്നെ ശബരിമലയും പുതിയ മേൽശാന്തിമാർ വൈകുന്നേരം നട തുറക്കുന്ന സമയത്ത് ചുമതലയേൽക്കും. ഇനി അങ്ങോട്ട് ശബരിമലയെ സംബന്ധിച്ച് 45-ലധികം ദിവസം അതൊരു ഭക്തിസാന്ദ്രമായ കാലഘട്ടമാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചേരും. അങ്ങനെ വലിയ തോതിൽ ഈ വിവാദങ്ങളൊന്നും ശബരിമല തീർത്ഥാടനത്തെ ബാധിക്കില്ല എന്നൊരു വിലയിരുത്തലിലാണ് നിലവിൽ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ ഉള്ളത്. കാരണം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും അതിൽ കൃത്യമായ ഹൈക്കോടതി ഇടപെടലും പിന്നീട് ഒരു കൃത്യമായ അന്വേഷണം ഉണ്ടായി. സർക്കാരിൻ്റെ ഇടപെടലൊന്നും തന്നെ ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ബാധിക്കില്ല. കൃത്യമായി തീർത്ഥാടനം പൂർത്തിയാകുമെന്നാണ് ഇത് സർക്കാരിൻ്റെ വിലയിരുത്തൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയായി എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശുചിമുറികൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് അവ വീണ്ടും ഒരു വട്ടം കൂടി പരിശോധിക്കണം. കാരണം അത്തരം ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ എന്ന് ഒരു വട്ടം കൂടി പരിശോധിക്കാനുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് പറയുന്നത്. പുതിയ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ജയകുമാർ കഴിഞ്ഞ ദിവസമാണ് ചുമതലയേറ്റ്. അദ്ദേഹം ഇന്ന് സന്നിധാനത്തെത്തും. വൈകിട്ട് നട തുറക്കുന്ന ഘട്ടത്തിലായിരിക്കും അദ്ദേഹം എത്തും. AV ജയശങ്കറാണ് ശബരിമലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. ഡൽഹിയിൽ നിന്ന് R. അച്യുതൻ, തിരുവനന്തപുരത്ത് നിന്ന് സുജിത് സുരേന്ദ്രൻ, കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ, കോഴിക്കോട് നിന്ന് മിഥില ബാലൻ എന്നിവർ ചേരുകയാണ്. ആദ്യം കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരചിത്രം തെളിയുകയാണ്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുന്നു. മിഥില, ഗുഡ് മോർണിംഗ്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഓരോരുത്തരായി ഈ കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. എങ്ങനെയാണ് കോഴിക്കോട്ടെ മത്സരചിത്രം? പ്രവിത, ഗുഡ് മോർണിംഗ്. കോഴിക്കോട്ടെ മത്സരചിത്രം ഏതാണ്ട് തെളിഞ്ഞു വരികയാണ്. ഇന്നലെ LDF കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. BJPയുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകും. രാവിലെ 10 മണിക്കാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. UDFനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി ഏതാനും സീറ്റുകളിൽ മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. അതും ഇന്നും നാളെയുമായി ഉണ്ടാകുമെന്നാണ് DCC നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും മത്സരചിത്രം തെളിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചാരണത്തിലേക്ക് കടന്നു. ഇന്നലെയായിരുന്നു UDF സ്ഥാനാർത്ഥിയും സംവിധായകനുമായ VM വിനുവിൻ്റെ പ്രചാരണത്തിൻ്റെ ഔദ്യോഗിക തുടക്കം. വാഹന പ്രചാരണമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. റോഡ് ഷോ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. MK രാഘവൻ MP ഉൾപ്പെടെയുള്ള ജില്ലയിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. വിജയപ്രതീക്ഷയിലാണ് UDF ഉള്ളത്. കാരണം കഴിഞ്ഞ 40 വർഷമായിട്ട്
കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. ഇത്തവണ ഒരു മാറ്റമുണ്ടാകും എന്ന് നേതാക്കൾ ഇന്നലെ പറയുകയുണ്ടായി. അത്തരമൊരു ആത്മവിശ്വാസം അവർക്കുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് LDFന്റെ ഭാഗത്തുമുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കുത്തകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്നത്. അത് നിലനിർത്തുക എന്നത് അഭിമാന പോരാട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രചാരണത്തിന് ഇന്നലെ വൈകിട്ടാണ് LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇന്ന് രാവിലെ മുതൽ തന്നെ LDF സ്ഥാനാർത്ഥികളും പ്രചാരണത്തിൽ സജീവമാകും. BJP ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. NDA അവരെല്ലാവരും തന്നെ കളത്തിലുണ്ട്. അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. അതേസമയം തന്നെ കോൺഗ്രസിനെ അലട്ടുന്ന ഒരു കാര്യം എന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ചിലയിടങ്ങളിൽ പൊട്ടിത്തെറികളുണ്ട്, രാജിയുണ്ട്. ഇതെല്ലാം തന്നെ പരിഹരിക്കുക എന്നതും നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയുണ്ട്. പ്രവിത മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ്. എറണാകുളം തൃക്കാക്കരയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. 39 ഡിവിഷനുകളിൽ കോൺഗ്രസ് മത്സരിക്കും. നിലവിലെ ചെയർപേഴ്സൺ രാധാമണി പിള്ളയെ ഒഴിവാക്കി. S. ശ്യാംകുമാറാണ് ചേരുന്നത് വിവരങ്ങളുമായി. ശ്യാം, ഗുഡ് മോർണിംഗ്. അങ്ങനെ കോൺഗ്രസിൽ മിഥില സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങിങ്ങായി ചില പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതൊക്കെ മാറ്റിക്കൊണ്ടാണോ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്? 39 ഡിവിഷനുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. പ്രവിത, ഗുഡ് മോർണിംഗ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ കല്ലുകടികൾ കോൺഗ്രസിൽ ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരികയാണ്. പ്രത്യേകിച്ച് തൃക്കാക്കരയിൽ നിലവിലെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത ചെയർപേഴ്സണെ തന്നെ ഒഴിവാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ 48 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് 48 ഡിവിഷനുകളിൽ 39 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 9 ഡിവിഷനുകളിൽ മുസ്ലിം ലീഗിനുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. ഈ പ്രധാനപ്പെട്ട പഴയ ചെയർമാൻമാരായ ഷാജി വാഴക്കാല, അജിത തങ്കപ്പൻ, MT ഓമന, ഈ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് റഷീദ് ഉള്ളംപള്ളി തുടങ്ങിയവരൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഒഴിവാക്കപ്പെട്ടവരിൽ പ്രധാനിയായിരുന്നു ഇത്തവണത്തെ ചെയർപേഴ്സൺ ആയിരുന്ന രാധാമണി പിള്ള, സ്മിത സണ്ണി, നൌഷാദ് എന്നിവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും ഗ്രൂപ്പ് സമവാക്യങ്ങളും പുതുമുഖങ്ങൾക്ക് ഇട നൽകിക്കൊണ്ടുമാണ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയതെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നത്. ഇന്നലെ DCCയിലായിരുന്നു അന്തിമ പട്ടിക തയ്യാറാക്കിയത്. പക്ഷേ ഇതിനെതിരായിട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടെത്തണം. പ്രത്യേകിച്ച് കോൺഗ്രസിൽ ഈ കോർപ്പറേഷനിൽ ഉൾപ്പെടെ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക വളരെ വീക്കാണ് എന്നുള്ള ഒരു പരാതി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിലവിൽ ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയിലെ പട്ടികയും പുറത്തുവരുന്നത്. S. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി രാജ്യ തലസ്ഥാനത്തേക്കാണ്. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനം, പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ സീൽ ചെയ്യുന്നതിന് എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിൽ 2 കിലോയിലധികം അമോണിയം നൈട്രേറ്റും ഡിറ്റനേറ്ററും പെട്രോളിയവും ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത് എന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ബീഹാറിലെ NDA സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമായി തുടരുകയാണ്. R. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, ഡൽഹിയെ സംബന്ധിച്ച് ഏറെ തിരക്കുള്ള ഒരു ദിവസം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ സ്ഫോടനം, ഒപ്പം തന്നെ NDAയുടെ സർക്കാർ രൂപീകരണം ബീഹാറിൽ നടക്കുന്നു. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ ഇന്ന് എന്തൊക്കെ വിവരങ്ങൾ നിലവിൽ ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്? പ്രവിത, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ 3 വാർത്തകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് സംഭവ വികാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറെ പ്രധാനം രാജ്യത്തെ ഞെട്ടിച്ച ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ്. ഏതാണ്ട് 2 കിലോയിലധികം അമോണിയം നൈട്രേറ്റും ഡിറ്റനേറ്ററും ഒപ്പം പെട്രോളിയം ഉപയോഗിച്ചാണ് ഈ സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കിയത്. ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നിലവിലിപ്പോൾ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇതെവിടെ വെച്ച് നിർമ്മിച്ചു, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഇത്തരമൊരു സ്ഫോടക വസ്തു തയ്യാറാക്കാൻ കഴിയും എന്ന അനുമാനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതും ഈ ചെങ്കോട്ടയുടെ പാർക്കിങ്ങിന് സമീപമായിരുന്നു ഈ വാഹനം കുറേ നേരം നിർത്തിയിട്ടിരുന്നത്. അവിടെ വെച്ചാണോ ഇത്തരത്തിൽ ഉമർ ഈ ഒരു സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചത്, അതോ പുറത്തെവിടെയെങ്കിലും വെച്ച് നിർമ്മിച്ച ശേഷം ചെങ്കോട്ടയ്ക്ക് സമീപം പ്രവേശിച്ചതാണോ എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ഇന്നലെ വ്യാപകമായി NIAയുടെ സംഘങ്ങൾ പല ദിക്കുകളിലെ CCTV ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ശേഖരിക്കുകയും വീണ്ടും ഒന്നുകൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായി ആ ഉമറിൻ്റെയും ചലനങ്ങൾ, അത് ഡൽഹിയിലേക്ക് പ്രവേശിച്ച മുതലുള്ള കാര്യങ്ങൾ വീണ്ടും NIA സംഘം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി പേരാണ് ഇപ്പോൾ വിവിധ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകളും പുരോഗമിക്കുന്നു. മുസാഫർ റാത്തയ്ക്കായിട്ടുള്ള നീക്കങ്ങൾ, അദ്ദേഹത്തിന് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കങ്ങൾ ഇന്റർപോളുമായി ചേർന്ന് അന്വേഷണ ഏജൻസികൾ അത്തരം നടപടികളിലേക്ക് കൂടി കടക്കുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ഒപ്പം അതുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ ഡൽഹി സ്ഫോടനവുമായി ബന്ധമുള്ള ഒരു വിഷയം കൂടിയാണ് ഈ നൌഗാമിലുണ്ടായിരിക്കുന്ന വൻ സ്ഫോടനം. കാര്യം ഫരീദാബാദിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കളാണ് ഈ നൌഗാം പോലീസ് സ്റ്റേഷനിൽ, ശ്രീനഗറിലെ
നൗകാം പോലീസ് സ്റ്റേഷനിൽ വലിയൊരു സ്ഫോടനത്തിനിടയാക്കിയത്. അവിടെ ഉദ്യോഗസ്ഥർ ഇത് സീൽ ചെയ്യുന്നതിനിടെയാണ്, ഇത് കൊണ്ടുവന്ന ശേഷം സീൽ ചെയ്യുന്നതിനിടെയാണ് ഇത്തരമൊരു സ്ഫോടനം ഉണ്ടായത് എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ബീഹാറിനെ സംബന്ധിച്ചാണ്. അവിടെ ബീഹാറിലേക്ക് വരുമ്പോൾ അവിടെ ഇനിയുള്ള ചർച്ചകൾ, തിരക്കിട്ട ചർച്ചകൾ സർക്കാർ രൂപീകരണം കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി JDUവിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജയ് കണ്ടിരുന്നു. അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം സംസ്ഥാനത്തിന് ചുമതലയുണ്ടായിരുന്ന BJP നേതാക്കളായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനുമായും വിനോദ് താവ്ഡെയുമായി ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തുകയുണ്ടായി. നിലവിൽ നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തരത്തിലാണ് സൂചനകൾ പുറത്തു വരുന്നത്. മറ്റൊന്ന്, മന്ത്രിപദങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഉള്ള നീക്കങ്ങളാണ് നിലവിൽ നടക്കുന്നത്. ഉപമുഖ്യമന്ത്രി തിരക്കിട്ട ചർച്ചകളാണ് NDAയിൽ നടക്കുന്നത് എന്നാണ് R. അച്യുതൻ നൽകുന്ന വിവരം. കോഴിക്കോട് നിന്നൊരു വാർത്ത വരികയാണ്. കോഴിക്കോട് പുതുപ്പാടിയിൽ 100 രൂപയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിന് കുത്തേറ്റു. താമരശ്ശേരി സ്വദേശി രമേശനാണ് കുത്തേറ്റത്. ഒപ്പം ജയിലിൽ ചെയ്യുന്ന ബന്ധുവും മരുമകനും ചേർന്നാണ് ആക്രമിച്ചത് എന്ന് രമേശൻ പറഞ്ഞു. ഒരു 100 രൂപ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ നാളെ കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ തരിപ്പടിച്ച് അന്നേരം ഞങ്ങൾ ഒരു മൽപ്പിടുത്തം നടന്നപ്പോൾ അവൻ്റെ മരവും വന്ന് തലക്ക് കരിങ്കല്ലോട് തല്ലുകയും കത്തിയോട് കൈക്ക് കുത്തുകയും ചെയ്തതാണ്. 400 കൊടുക്കാണ്ടായാലും 300 കൊടുത്ത് 100 രൂപ നാളെ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളമടിച്ച് എന്നോട് കൂടി കയറി ഹെഡ് ചെയ്താണ്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. മിഥില, ഇയാൾക്കേറ്റ പരുക്ക് എത്രത്തോളം ഗുരുതരമാണ്? എന്താണ് സംഭവിച്ചത്? പ്രവിത, ഇന്നലെ വൈകുന്നേരം 6:30-ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പുതുപ്പാടിയിലാണ്. പുതുപ്പാടി പഞ്ചായത്ത് ബസാറിന് വെച്ചിട്ടാണ് വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് ഇത് കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു. താമരശ്ശേരി കെടവൂർ പൊടുപ്പിൽ രമേശ്, ഇയാൾക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. കൂലി തർക്കവുമായി ബന്ധപ്പെട്ട് 100 രൂപയെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ള വാക്കുതർക്കത്തിലും ഒപ്പം തന്നെ പിന്നീട് കത്തിക്കുത്തിലും കലാശിച്ചിട്ടുണ്ടായിരുന്നത്. ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ബന്ധുവും ആ ബന്ധുവിൻ്റെ മരുമകനും ചേർന്നാണ് ഇത്തരത്തിൽ ആക്രമിച്ചത് എന്ന് രമേശൻ പറയുകയുണ്ടായി. കത്തിക്കുത്തിൽ തലയ്ക്കും കൈമുട്ടിനുമൊക്കെയാണ് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. 100 രൂപ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു കത്തിക്കുത്തിലേക്ക് കലാശിച്ചിട്ടുണ്ടായിരുന്നത്. പ്രവിത. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. സുജിത് സുരേന്ദ്രനിലേക്കാണ് ഇനി തിരുവനന്തപുരത്ത് നിന്ന് സുജിത് ചേരുകയാണ്. സുജിത്, ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ തിരുവനന്തപുരം തൃക്കണ്ടാപുരം സ്വദേശി ആനന്ദ് കെ തമ്പിയുടെ സംസ്കാരം ഇന്ന് നടക്കുകയാണല്ലോ. ഒപ്പം തന്നെ കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിൽ ഗവർണർ നിയമിച്ച സെർച്ച് കമ്മിറ്റിയിലെ കൺവീനർ പിന്മാറിയതിനാൽ രാജ്ഭവൻ പുതിയ ആളെ നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ എങ്ങനെയാകും? പ്രവിത, ഗുഡ് മോർണിംഗ്. ഇന്ന് ഉച്ചയോടുകൂടിയാകും ആനന്ദ് കെ തമ്പിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ SK ഹോസ്പിറ്റലിലെ മോർച്ചറിയിലാണ് ആനന്ദിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിയോടുകൂടിയാകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുക. അവിടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ശാന്തി കവാടത്തിലാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും തിരുമല കൗൺസിലർ അനിൽകുമാറിൻ്റെ ആത്മഹത്യക്ക് പിന്നാലെയുള്ള ഒരു BJP പ്രവർത്തകന്റെ ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ വലിയ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് BJPയെ പ്രതിരോധത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം RSSന്റെ സജീവ സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ തിരുവനന്തപുരം തൃക്കണ്ടപുരം സ്വദേശി ആനന്ദ് കെ തമ്പിയുടെ സംസ്കാരം ഇന്ന് നടക്കുകയാണ്. ഇതുൾപ്പെടെയുള്ള വാർത്തകൾ ഇന്നുണ്ടാകുമെന്നുള്ള ഇതിന്റെ അപ്ഡേറ്റ്സ് ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് സുജിത് സുരേന്ദ്രൻ പങ്കുവച്ചത്. മറ്റു വാർത്തകൾ നോക്കാം. കൽപ്പാത്തിയിൽ തേരൊരുങ്ങി. കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേവരഥ സംഗമം ഇന്ന് നടക്കും. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ ത്രിസന്ധ്യയ്ക്ക് ദേവരഥങ്ങൾ മുഖാമുഖമെത്തുന്നതോടെ കൽപ്പാത്തി ദേവരഥ സംഗമമാകും. നാളെയാണ് രഥോത്സവത്തിന് കൊടിയിറങ്ങുക. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഏറ്റവും ആകർഷകമായ ഉത്സവങ്ങളിലൊന്നായ കൽപ്പാത്തി രഥോത്സവത്തിന് ഇന്ന് സമാപനമാകും. വേദപാരായണവും കലാസാംസ്കാരിക പരിപാടികളുമായി 10 ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കാണ് സമാപനമാകുന്നത്. തേരുത്സവത്തിന്റെ 3-ാം ദിവസമായി ഇന്ന് പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രങ്ങളിൽ രാവിലെ രഥാരോഹണം നടക്കും.
വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി, ഗണപതി, വള്ളി ദൈവാന സമേത സുബ്രഹ്മണ്യസ്വാമി, മന്തക്കര മഹാഗണപതി തേരുകളാണ് പ്രദക്ഷിണ വഴിയിലുള്ളത്. വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് മുൻവശത്തുള്ള തേരുമുട്ടിയിൽ ത്രിസന്ധ്യയ്ക്ക് ദേവരഥകൾ മുഖാമുഖം എത്തുന്നതോടെ കൽപ്പാത്തി ദേവരഥ സംഗമമാകും. പതിനായിരങ്ങൾ ആ കാഴ്ച കാണാൻ ഒഴുകിയെത്തും. സംഗമത്തിനു ശേഷം ഇനിയുള്ള ഒരു വർഷം അടുത്ത ഉത്സവത്തിനായുള്ള കാത്തിരിപ്പാണ്. 24 പാലക്കാട്. ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് ഐഷത്ത് ഷംനയും ചാത്തപുരം മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്ന് നിഖിൽ പ്രമേശും ചേരുകയാണ്. വിവരങ്ങളുമായി ആദ്യം ഷംനയിലേക്ക്. ഷംന, ഗുഡ് മോർണിംഗ്. അങ്ങനെ ദേവരഥ സംഗമത്തിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം കൽപ്പാത്തിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാകും അവിടുത്തെ മറ്റു ചടങ്ങുകളൊക്കെ? വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ തിരക്കാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കൽപ്പാത്തിയിലൂടെ ഉള്ളത്. 2 ദിവസമായി ഈ തിരക്ക് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇന്ന് ഈ രഥോത്സവത്തിന്റെ അവസാന നാൾ, ഈ ഉത്സവം, ഈ ആഘോഷങ്ങളൊക്കെ അവസാനിക്കുന്ന ഇന്ന് വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. ഇപ്പം നമ്മളുള്ളത് ഈ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തേക്കുള്ള വഴിയിലാണ്. അതായത് ഈ മെയിൻ ക്ഷേത്രത്തിന്റെ അവിടെ ഇന്ന് ത്രിസന്ധ്യയിൽ എല്ലാ രഥങ്ങളും ഒത്തുകൂടുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടെ വലിയൊരു തിരക്ക് തന്നെ നമുക്ക് കാണാനാവും. വിവിധ ഭാഗങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം 10:30-ക്കും ഒപ്പം 11:50-നും ഇടയ്ക്കാണ് ഇന്ന് മുഹൂർത്തമുള്ളത്. അതിനിടയ്ക്ക് ഈ രഥാരോഹണം ഇവിടെ നടക്കും. ഈ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നടക്കും. അതിനുശേഷം പിന്നെ വൈകിട്ടോടുകൂടിയായിരിക്കും രഥപ്രയാണം നടക്കുക. അതിനു മുൻപ് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ ഈ തിരക്ക് നമ്മൾ കണ്ടതാണെങ്കിൽ കൂടി ഇന്ന് ഈ അവസാന ദിവസം വലിയൊരു തിരക്കുണ്ട്. ചേട്ടാ, എവിടുന്നാ? കൽപ്പാത്തി തന്നെ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ആഘോഷങ്ങൾ? ചേച്ചി, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടാണ്. ഞങ്ങൾ തേങ്കുറിശി, പാലക്കാട് തന്നെ. അല്ല, നേരത്തെ കുറെ കേട്ടറിവുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പ്രവിത, അത് തന്നെയാണ്, കേട്ടറിഞ്ഞും ഒക്കെ വന്നവരുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവരുണ്ട്. നമുക്കറിയാം, ഈ ഒരു ആഘോഷം, തേരുത്സവം എന്ന് പറയുന്നത് എല്ലാ വർഷവും, വർഷത്തിന്റെ എല്ലാ ദിവസവും അമ്പലങ്ങളിലെത്തി, ക്ഷേത്രങ്ങളിലെത്തി ദേവീദേവന്മാരെ കാണുന്ന ഭക്തജനങ്ങൾക്ക് അവർക്കിടയിലേക്ക് ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസം നേരിട്ടിറങ്ങി അവരുടെ അഗ്രഹാരങ്ങളിലും വീഥികളിലും ഒക്കെ പോയി നേരിട്ട് അനുഗ്രഹം കൊടുക്കുക, ദേവീദേവന്മാർ കുടുംബസമേതം എത്തി അനുഗ്രഹം കൊടുക്കുക എന്നൊരു വിശ്വാസം കൂടി തേരുത്സവത്തിന്റെ പിറകിലുണ്ട്. ആ ഒരു അനുഗ്രഹം നേരിട്ട് വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് ഈ ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്നത്. മാത്രമല്ല, ഇത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒഴുകിയെത്തുന്നു, എല്ലാ പ്രായക്കാരും ഒഴുകിയെത്തുന്നു എന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. വൈകിട്ടാവുമ്പോഴേക്കും ഈ തിരക്ക് അത് ഇനിയും വർദ്ധിക്കും. എന്തായാലും ഇപ്പോൾ ഈ കൽപ്പാത്തിയുടെ ചുറ്റും നമുക്ക് നോക്കിയാൽ അറിയാം, സാധാരണഗതിയിൽ കൽപ്പാത്തി എന്നൊക്കെ പറയുന്നത് വളരെ സ്ലോ മോർണിംഗ് ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ വരുമ്പോൾ രാവിലെ കോലം വരയ്ക്കുന്നു, ഈ അഗ്രഹാരങ്ങളിലെ ഫിൽറ്റർ കോഫിയുടെ മണം, അങ്ങനെയൊക്കെയുള്ള വളരെ പതുക്കെ ഉണരുന്ന അങ്ങനെ ഒരു അഗ്രഹാരങ്ങളാണ്. പക്ഷേ ഇന്നും കഴിഞ്ഞ 2 ദിവസമായൊക്കെ അങ്ങനെയല്ല. വലിയ ഭക്തജന തിരക്കുണ്ട്. ഈ അഗ്രഹാര വീഥികളിലൊക്കെ ഈ അതിൻ്റെ കച്ചവടം, പൂക്കച്ചവടം നടത്തുന്നവരുണ്ട്, ഫിൽറ്റർ കോഫിയുമായി എത്തുന്നവരുണ്ട്. ഒപ്പം ഈ ദേവീദേവന്മാരെ കണ്ട് വണങ്ങാൻ വേണ്ടി എത്തുന്ന ഭക്തജനങ്ങളുണ്ട്. ഈ ആഘോഷങ്ങൾ കണ്ടാസ്വദിക്കാൻ വരുന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളുണ്ട്. എന്തായാലും 10:30-ഓടുകൂടി തന്നെ ഇവിടെ ചടങ്ങുകൾക്ക് തുടക്കമാകും എന്നതാണ്. അതിനുശേഷം ത്രിസന്ധ്യയിൽ ഈ എല്ലാ രഥങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലൊപ്പം ചാത്തപുരം ഗണപതി ക്ഷേത്രത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന രഥങ്ങൾ, അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന രഥങ്ങൾ ഒന്നിച്ച് ഇവിടെ ഒത്തുചേരും. അതോടുകൂടിയാണ് ഈ ആഘോഷങ്ങൾക്ക് വിരാമമാകുന്നത്. ഒപ്പം നാളെയാണ് കൊടിയേറ്റം. എന്തായാലും അങ്ങനെ പിന്നീടുള്ള ഒരു വർഷം, അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. അതിനുശേഷം വൈകിട്ടോടുകൂടി ഇവിടെ വലിയൊരു ഭക്തജന. ഷംന, ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നാണ് ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകിയത്. ഇനി നിഖിൽ പ്രമേശിലേക്കാണ്. മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് നിഖിൽ പ്രമേശ് ചേരുന്നത്. നിഖിൽ, പണ്ട് ഇത് കൽപ്പാത്തിക്കാരുടെ മാത്രം ഒരു ഉത്സവമായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഉത്സവത്തിന്റെ ഭാഗമാകാനായി വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അത് സംസ്ഥാനത്തിന്റെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ എത്തുന്നത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കണ്ടതാണ്. എത്രത്തോളം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അവിടെ? ഹായ് പ്രവിത, ഗുഡ് മോർണിംഗ്. പ്രവിത കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഓർക്കുന്നു.
അപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ഇത് കൽപ്പാത്തിക്കാരുടെ മാത്രം ഒരു ഉത്സവമായിരുന്നെങ്കിൽ നമുക്കറിയാം കൽപ്പാത്തിയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് കുടിയേറി പാർത്ത ബ്രാഹ്മണ കുടുംബങ്ങളാണ്. അവരുടെ പ്രാർത്ഥന ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഈ അഗ്രഹാരങ്ങളെയൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി, അവിടെയുള്ള ആളുകളൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി നടത്തി വരുന്ന ഒരു ചെറിയ ഉത്സവം, അത് ഇന്ന് കേരളത്തിൻ്റെ തന്നെ ഒരു പൈതൃക ഉത്സവമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നു കുണ്ടമ്പലമെന്നും അതുപോലെ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ മുൻപിലുള്ള ആ പ്രദേശം, ആ മേഖലയൊക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അല്പം കൂടെ നമുക്ക് ഈ ഒരു ഗ്രഹാതുരമായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാവിലെ ഇപ്പോൾ ഷംന സൂചിപ്പിച്ചതുപോലെ തന്നെ അതിരാവിലെ എഴുന്നേറ്റ് കോലം വരയ്ക്കുക. ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കോലം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കോലം വരയ്ക്കുന്ന ഒരു ഫിൽട്ടർ കോഫിയുടെ മണമുള്ള, രാവിലെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി ഇറങ്ങുന്ന ഒരുപാട് ആളുകളുള്ള അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഇത്. അല്പം കൂടി ഒരു ട്രഡീഷണൽ ഫീലാണ്. വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ ദിക്കുകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു. എൻ്റെ പുറകിൽ കാണുന്ന ഈ രഥം അല്പസമയത്തിനകം തന്നെ, അതായത് 10:50-നും 11:30-നും ഇടയിൽ ഇവിടെ നിന്ന് പ്രയാണം ആരംഭിക്കേണ്ടതാണ്. ഒരു പ്രത്യേകതയുള്ളത് ആനയുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാവും. ഇവിടെയുള്ള ആളുകൾ വളരെ ഭക്തിയാദരപൂർവ്വം ഈ കാണുന്ന രഥം ഇതിങ്ങനെ വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇതിനൊപ്പം ഉണ്ടാകും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടാകും. ഇവരൊക്കെ വ്രതമെടുത്ത് ഏതാണ്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വ്രതമൊക്കെ എടുത്താണ് ഇതിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് ഇവിടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കാം. ചേച്ചി എവിടുന്നാണ് വരുന്നത്? ഞാൻ റെയിൽവേ കോളനി. ഇവിടെ അടുത്ത് തന്നെയാണ്? 5 കിലോമീറ്റർ. രാവിലെ തന്നെ വന്ന് പ്രാർത്ഥന. അതെ. എങ്ങനെയുണ്ട് പ്രാവശ്യത്തെ? അടിപൊളി, സൂപ്പർ പരിപാടി. അതെല്ലാവരും പറയുന്നത് പ്രവിത, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് അവിടെ കുറച്ചുകൂടെ ആളുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ അതൊരു അമ്മയുണ്ട്. അപ്പൊ ഒന്നമ്മ അപ്പോൾ വന്നിട്ടുണ്ട് 3-4 ദിവസം. ഞങ്ങളുടെ വീട് ഇവിടെ തന്നെ, ചാത്തപ്പരം. നിങ്ങളുടെ ഒരു ഉത്സവമാണല്ലോ. അതെ, പിന്നെ എല്ലാ ഉത്സവം എല്ലായിടത്തും ഞങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ കൽപ്പാത്തിക്കാരുടെ ഉത്സവമാണ് അവിടെ നടക്കുന്നത്. കൽപ്പാത്തി അഗ്രഹാര തെരുവിലൂടെ ഇന്ന് രഥങ്ങൾ ഉരുളും. ഇന്ന് വൈകിട്ടാണ് ദേവരഥ സംഗമം നടക്കുക. വിവരങ്ങളാണ് നിഖിൽ പ്രമേശും ഐഷത്തുൽ ഷംനയും നൽകിയത്. തന്റെ ജീവിതത്തിന്റെ എല്ലാ നല്ല കാലത്തിനും തുടക്കം കുറിച്ചത് കല്ലായിൽ നിന്നാണെന്ന് സംവിധായകനും കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിയുമായ VM വിനു. കല്ലായിൽ നിന്ന് മത്സരിക്കുന്നത് വിജയത്തിലേക്കുള്ള കാൽവെപ്പാണെന്നും VM വിനു 24-നോട് പറഞ്ഞു. ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ UDF ഭരിക്കുമെന്ന് MK രാഘവൻ MP പ്രതികരിച്ചു. മിഥില ബാലൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായി ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി സംവിധായകൻ VM വിനു ഔദ്യോഗികമായി പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ 24-നൊപ്പം ചേരുകയാണ്. ഔദ്യോഗികമായി പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം കോഴിക്കോടിൻ്റെ ഈ ഒരു ഡെവലപ്മെൻ്റ് ഇല്ലാത്തൊരു നഗരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് ഇറങ്ങാൻ കഴിയുന്നു ഐക്യജനാധിപത്യ മുന്നണിയുടെ കീഴിൽ എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അത് കോഴിക്കോടിൻ്റെ പുരോഗതിക്കും കോഴിക്കോട് നഗരത്തിൻ്റെ വികസനത്തിനും വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും. കല്ലായി പുഴയുമായിട്ട് വളരെ വൈകാരികമായ അടുപ്പമുള്ള ഒരാളാണ് താങ്കൾ. അതിനെങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഈ മണ്ണിന് അതിൻ്റേതായ പാരമ്പര്യവും അതിന് പൈതൃകമുള്ള ഒരു സംസ്കാരമുള്ള ഒരു നാടാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾക്ക് പല കല്ലായി പുഴയുടെ തന്നെ പാരിസ്ഥിതിക മാലിന്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന എത്രയോ കാലമായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് തന്നെ അത്രയും സംസ്കാരവും പാരമ്പര്യമുള്ള ഈ ഒരു വാർഡിൽ തന്നെ മത്സരിക്കാൻ കഴിയും. എനിക്ക് വളരെ സന്തോഷം. കല്ലായി പുഴയോർത്താണ് താങ്കളുടെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട് ആദ്യം അഭിനയം തുടങ്ങിയത്. അതിനെങ്ങനെയാണ് ഓർക്കുന്നത് ഈ ഘട്ടത്തിൽ? അല്ല, എല്ലാത്തിൻ്റെ എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളുടെ തുടക്കമല്ല ഈ മണ്ണിൽ നിന്നായതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് വിജയത്തിലേക്ക് നീങ്ങുന്ന ഒരു കാൽവെപ്പായിരിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന MK രാഘവൻ MP കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഈ എങ്ങനെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? എങ്ങനെയാണ് മത്സരം എങ്ങനെ കാണുന്നു? ശ്രീ VM വിനുവാണ്, കോഴിക്കോടിൻ്റെ മുഖമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തുരുപ്പിച്ചിട്ട് വിനുവാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നഗരസഭ UDF ഭരിക്കും, ഒരു സംശയം വേണ്ട. കഴിഞ്ഞ 8 മാസമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാറിൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഓരോ പഴുതും അടച്ച് മുന്നോട്ട് പോവുകയാണ്.
ഓരോ സ്ഥാനാർത്ഥിയും മികച്ച സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെയാണ് ആത്മവിശ്വാസം കൂടിയിട്ടുള്ളത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് CPM സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിബന്ധമുണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരിക്കും, ഇതാണ് പറയാനുള്ളത്. ഇതുതന്നെയാണ് UDF നേതാക്കൾക്കെല്ലാം പറയാനുള്ളത്. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് UDF പ്രവർത്തകരെല്ലാം തന്നെ ഉള്ളത്, നേതാക്കളുള്ളത്. അഭിത്ത് കല്ലായിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.